സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പിന്തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? പഠന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷണൽ സ്കിൽസ് അഥവാ പ്രീ റിക്വസ്റ്റിക് സ്കിൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹായ്, എൻ്റെ പേര് ഫർസാന ഷ്വേബ്. 5 പില്ലേഴ്സ് ഓട്ടിസം ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സിറ്റിംഗ് ടോളറൻസ്, ഷോർട്ട് ഡ്യൂറേഷൻ സെഷൻസ്, attention, preferential seating, following instructions. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമിറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ്. ഇമിറ്റേഷൻ സ്കിൽസ് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലേ? അതെ, ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള കുട്ടികൾ അത് വളരെ വേഗം പഠിച്ചെടുക്കുന്നു. പക്ഷേ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് നമ്മളുടെ സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ അത് പഠിപ്പിച്ചെടുക്കേണ്ടതായിരിക്കുന്നു. ഇമിറ്റേഷൻ സ്കിൽസ് നമ്മുടെ കുട്ടികളിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ പറയാം. നഴ്സറി റൈംസ് അല്ലേ, നഴ്സറി റൈംസ് അല്ലെങ്കിൽ ആക്ഷൻ സോങ്സ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അത് പ്രീ പ്ലാൻ ചെയ്ത് കുട്ടിയുടെ മുമ്പിൽ മോഡൽ ചെയ്യുക. മോഡൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് വളരെ ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ആ ഒരു സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുകയും അത് നിങ്ങളുടെ വോയിസ് മോഡുലേഷനിൽ വരികയും ചെയ്യണം. കുട്ടിക്ക് തോന്നരുത് ഇത് എന്നെ പഠിപ്പിക്കാനുള്ള ഒരു ടാസ്ക് ആണെന്നുള്ളത്. കുട്ടിക്ക് ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് തോന്നണം. പിന്നെ ബിൽഡിംഗ് ബ്ലോക്സ്, പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, വുഡൻ ബിൽഡിംഗ് ബ്ലോക്സ് അത് എടുത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ആദ്യമേ പാരന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അത് മോഡൽ ചെയ്ത് കാണിക്കണം. അതിനുശേഷം കുട്ടിയുടെ കൈ പിടിച്ച്, അതായത് ഫിസിക്കൽ പ്രോംപ്റ്റിലൂടെ അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എന്തൂസിയാസം, ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ കാണണം. ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മാത്രമേ അത് കുട്ടിക്ക് തോന്നാവുള്ളൂ. ഓരോ സ്റ്റെപ്പ് കുട്ടി അച്ചീവ് ചെയ്യുമ്പോഴും അത് കുട്ടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിൽഡിംഗ് ബ്ലോക്സും ആക്ഷൻ സോങ്ങും മാത്രമല്ല കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം കുട്ടി ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീ പ്ലാൻ ചെയ്യുക. പ്രീ പ്ലാൻ ചെയ്തതിന് ശേഷം എങ്ങനെ ഞാൻ ഇത് കുട്ടിയുടെ മുമ്പിൽ മോഡൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് ട്രയൽ ചെയ്തിട്ട് കുട്ടിയുടെ മുമ്പിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിലൂടെ നമുക്ക് ടാർഗറ്റഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തതായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് 2 തരത്തിലുണ്ട്, അതായത് വെർബൽ, നോൺ വെർബൽ. വെർബൽ എന്ന് പറയുന്നത് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. നോൺ വെർബൽ എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുക, പോയിന്റ് ചെയ്യുക, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയിന്റ് ചെയ്യുക, ഗെസ്റ്റേഴ്സിലൂടെ, ഐ കോണ്ടാക്റ്റിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ നിങ്ങൾ ഒരു വേർഡിൽ നിന്നും തുടങ്ങുക. സെൻറ്റൻസ് ഉപയോഗിക്കാതെ വേർഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, give, sit, come, go, water, food. അതിൻ്റെ കൂടെ നിങ്ങൾ ആക്ഷനും കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം കുട്ടി അത് മനസ്സിലാക്കുകയും അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വാക്കും കൂടി നിങ്ങൾ ചേർക്കുന്നത് നല്ലതായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, കുട്ടി പറയാൻ തുടങ്ങി വാട്ടർ എന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ വെള്ളം കൊടുക്കുമ്പോൾ പ്രോംപ്റ്റ് ചെയ്ത് കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുക, ഗിവ് വാട്ടർ. അത് കുട്ടി അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു വേർഡും കൂടി ആഡ് ചെയ്യുക, പ്ലീസ് ഗിവ് വാട്ടർ. സോ 1 at a time, ഒരു സെൻറ്റൻസ് മൊത്തമായിട്ട് തുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമോഷൻ കാർഡ്സ് വരുന്നുണ്ട്, ഫ്ലാഷ് കാർഡ്സ് വരുന്നുണ്ട്. അത് ഈ സ്മൈലി പോലെ വരുന്നുണ്ട്. അത് വാങ്ങാതെ നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻ കാർഡ്സ് കിട്ടും. അത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലാതെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് ഉപയോഗിക്കണം, ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓ മമ്മ ഈസ് ഹാപ്പി, മമ്മ ഈസ് ഹാപ്പി, മമ്മ ഈസ് സാഡ്. ഇങ്ങനെ കുറച്ച് എക്സാജുറേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
കാരണം ഇമോഷൻസ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ വലുതായി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്താണ്, അവരിപ്പോൾ ദേഷ്യത്തിലാണോ, അവരിപ്പോൾ സന്തോഷത്തിലാണോ എന്ന് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ആക്ഷൻ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്ലാഷ് കാർഡ്സിലൂടെ ആക്ഷൻ വേർഡ്സിൻ്റെ ഫ്ലാഷ് കാർഡും നിങ്ങൾക്ക് ആമസോണിലും മറ്റു സൈറ്റുകളിലും ഒക്കെ കിട്ടുന്നതാണ്. ആക്ഷൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ ജമ്പിങ്, സിറ്റിംഗ്, ഈറ്റ്, സ്ലീപ്പ്, ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആക്ഷൻസും കൂടി കാണിക്കുക. കാർഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മോഡലിങ്ങിലൂടെ ചെയ്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. ആക്ഷൻ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പഠിപ്പിക്കുന്നത്, പിന്നെ അത് കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർക്കത് ഡേ ടു ഡേ ലൈഫിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പ്രീ റിക്വസ്റ്റിക് സ്കില്ലാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഫിംഗർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ആദ്യമേ തന്നെ കുട്ടി ഒരു പെൻസിൽ എടുത്ത് എഴുതാൻ തുടങ്ങില്ല. അത് ഒരുപാട് പ്രാക്ടീസ്, അതിന് മുമ്പുള്ള ഒരുപാട് പ്രീ റിക്വസ്റ്റിക് സ്കിൽസ് വേണം. ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ക്ലേ ഉപയോഗിച്ച് കുട്ടി അതിനെ സ്ക്വീസ് ചെയ്യുക, അത് റോൾ ചെയ്യുക, അതുകൊണ്ട് എന്തെങ്കിലും ഷേപ്സ് ഉണ്ടാക്കുക. ഇതെല്ലാം നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. അതുകൂടാതെ തന്നെ കുറേ നഴ്സറി മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ. പെഗ് ബോർഡ് എന്ന് പറയും. അതായത് ഷേപ്സ് എടുത്ത് അതിൻ്റെതായ ഹോളിൽ വെക്കുക, ആൽഫബറ്റ്സ് എടുത്ത് അതിൻ്റെതായ ഹോളിൽ വെക്കുക. ഇതൊക്കെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതായത് കുട്ടി എടുക്കുമ്പോൾ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ച് എടുക്കുമ്പോൾ അത് ഫൈൻ മോട്ടോർ സ്കിൽസിന് സഹായിക്കും. ഇത് കൂടാതെ നല്ല വണ്ണമുള്ള ക്രയോൺസ്, അത് പല ഷേപ്പിലും സ്ക്വയർ ഷേപ്പിൽ ഒക്കെ കിട്ടുന്നുണ്ട് ആമസോൺ. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ണമുള്ള തിക്നെസ് ഉള്ള ക്രയോൺസ് കുട്ടിക്ക് സ്ക്രിബിൾ ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുട്ടിയുടെ ഫിംഗേഴ്സിന് സ്ട്രെങ്ത് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ബബിൾ റാപ്പില്ലേ, നമ്മൾ പാർസലൊക്കെ വാങ്ങിക്കുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് ബബിൾ റാപ്പ് കിട്ടും. ആ ബബിൾ റാപ്പ് ഇങ്ങനെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് പൊട്ടിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും എത്ര പ്രഷർ ഞാൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ ഫ്യൂച്ചറിൽ അവർക്ക് എഴുതുമ്പോൾ പ്രഷർ കൊടുക്കാനായിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ പെഗ് ബോർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ വീട്ടിലുള്ള ദാൽ, പയർ വർഗം, അതായത് വലിയ പയറും, ആദ്യമേ നിങ്ങൾ 2-3 ടൈപ്പ് ഓഫ് വലിയ പയറുകൾ മിക്സ് ചെയ്തിട്ട് അതിൽ കുട്ടിയെടുത്ത് പറയണം ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പയർ പിക്ക് ചെയ്യാൻ പറയുക. അപ്പം അതും ഫൈൻ മോട്ടോർ സ്കിൽസിന് സഹായിക്കും. അതിനുശേഷം വലിയ പയറിൻ്റെ കൂടെ ചെറിയ പയർ കൂടി മിക്സ് ചെയ്തിട്ട് ചെറുത് പിക്കപ്പ് ചെയ്യാൻ പറയണം. അതും ഫൈൻ മോട്ടോർ സ്കിൽസിന് സഹായിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു വലിയ സർക്കിൾ ഡ്രോ ചെയ്ത് അതിൻ്റെ അകത്ത് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറയണം. ചിലപ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്ക് അത് അകത്ത് കളർ ചെയ്യുന്ന കാര്യം മനസ്സിലാവില്ല. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറയാം. ഒരു സർക്കിൾ നിങ്ങൾ ഒരു ബ്ലാക്ക് മാർക്കർ കൊണ്ട് നല്ലതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ നല്ലതുപോലെ തിക്കായി വരച്ച് അത് കട്ട് ചെയ്ത് അത് ഒരു വലിയ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പേപ്പറിൻ്റെ അകത്ത്, ഈ ചെറിയ റൗണ്ട് പേപ്പറിനകത്ത് മാത്രമേ കളർ ചെയ്യാവുള്ളൂ, ഇതിൻ്റെ പുറത്ത് പോവരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നമ്മൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ എഴുതുന്ന വരുമ്പോഴത്തേക്കും പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതായത് ജോയിൻ ദ ഡോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാലും ചില കുട്ടികൾക്ക് അത് പെൻസിൽ ഗ്രിപ്പ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെൻസിൽ ഗ്രിപ്പ് ആമസോണിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ അത് ഉപയോഗിച്ച് പെൻസിൽ ഗ്രിപ്പ് ഉപയോഗിച്ചും നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ അധികം പാരൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുക. ഇതിലൂടെ പല പാരൻസിനും പല സ്പെഷ്യൽ നീഡ് കുട്ടികൾക്കും പ്രയോജനമുണ്ടാകും. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത പ്രീ റിക്വസ്റ്റിക് സ്കിൽസിനെ കുറിച്ച് പറയുന്നതാണ്. താങ്ക് യു. ബൈ.